പിന്നെയും സിനിമയുടെ വിശേഷങ്ങളുമായി കാവ്യ മാധവൻ ഷോമുളിൽ എത്തുന്നു. തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ടർ പി ജസിൻ തയ്യാറാക്കിയ അഭിമുഖം കാണാം. മലയാളി പ്രേക്ഷകർ വളരെ ആവേശത്തോടു കൂടിയാണ് ദിലീപും കാവ്യയും വന്നിരിക്കുന്ന ഈ ഒരു ചിത്രത്തെ കാണുന്നത്. ഈ സന്ദർഭത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇത് ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അടൂർ സാറിൻ്റെ ഒരു പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതും ദിലീപേട്ടൻ്റെ കൂടെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതും കുറേ കാലത്തിന് ശേഷം നല്ലൊരു കഥാപാത്രം കിട്ടിയെന്നുള്ളതും നമ്മൾ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഏതാണ്ട് 75ാം ജന്മവാർഷികമാണ്. 50ാമത്തെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹവുമായി ആദ്യ സിനിമയിൽ അസോസിയേറ്റ് ചെയ്തതിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആദ്യ സിനിമയിൽ അസോസിയേറ്റ് ചെയ്തതിൻ്റെ അനുഭവം എന്ന് പറയാൻ നമ്മളെപ്പോഴും അത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിയും കളിയും തമാശയൊന്നും ചെല്ലില്ലല്ലോ. ഒന്ന് മാറി നിന്നിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ മാറി നിന്ന് വളരെ ഭയത്തോടു കൂടിയിട്ടൊക്കെ കാണുന്ന പലരെയും നമ്മൾ ഇടപഴകുമ്പോഴാണ് അവരിലെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ 4 പെണ്ണുങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ കുറേ കൂടി ഒരു 8 വർഷത്തോളം ജൂനിയറാണ്, കുറേ കൂടി ചെറുതാണ്. അപ്പം എനിക്ക് ഇത്രയും കൂടി കുറച്ചും കൂടി എന്താ പറയുക, ഇത്ര പോലും ഒരു ബോധമോ ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടൻ ചോദ്യങ്ങളോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം അത് എത്ര വലിയ ആർട്ടിസ്റ്റിനോടും എത്ര ചെറിയ ആർട്ടിസ്റ്റിനോടും അദ്ദേഹം ഒരേപോലെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു നമുക്ക് തോന്നും ഇത്രയധികം ലോകപരിചയമുള്ള ഇത്രയധികം ആഴത്തിൽ അറിവുള്ള ഒരാൾ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം നിന്ന് ഒരു നല്ലൊരു അധ്യാപകൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പോലെ പറഞ്ഞു തന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അടൂർ സാറിന് എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനവും ഒക്കെ വെച്ചിട്ട്. പക്ഷെ അദ്ദേഹം വളരെ എളിമയോടുകൂടി, വളരെ സിമ്പിളായി, വളരെ സ്വീറ്റായി, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. പിന്നെയും എന്ന ചിത്രത്തിലേക്ക് വന്നാൽ സ്വാഭാവികം ദേവി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ദേവി എന്ന കഥാപാത്രത്തെക്കുറിച്ച് എന്താണ്? ദേവി എന്ന കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കില്ല. കാരണം കൂടുതൽ പറയാൻ പറ്റിയ ദേവി ഒരു സ്കൂൾ ടീച്ചറാണ്, ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. ഇത്രയും മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു കുടുംബത്തിലൊരു സ്ത്രീ, ഒരുപാട് ഉത്തരവാദിത്ത ബോധങ്ങൾ ഉള്ള ഒരു സ്ത്രീ, അവൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഫേസ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റിയൊരു അവസ്ഥയല്ലേ. നമ്മൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം. ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ പെയിൻ കൊണ്ട് നടക്കുന്നുണ്ട് അവൾ. പല സ്ഥലങ്ങളിലും നിസ്സഹായ ഒരവസ്ഥയുണ്ട് അവൾക്ക്. പല സ്ഥലങ്ങളിലും ഒരു യന്ത്രം പോലെ അവൾ പണിയെടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. നോർമലായിട്ടുള്ള ഒരു നമ്മൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. നേരത്തെ കുറേ അമ്മവേഷങ്ങളാണ് കാവ്യ മാധവൻ ചെയ്തത്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതുമ ഈ കഥാപാത്രത്തിനുണ്ടോ? എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം അമ്മ വേഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പടം ആകാശവാണിയിലായിരുന്നു. അതിലൊരു അമ്മ, ഒരു 3-4 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയാണെങ്കിലും അതിലൊരു അമ്മ എന്നുള്ളതല്ല അതിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിനകത്ത് ഒരു ഫാമിലി ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫാമിലി എന്റർടൈനർ കൂടിയാണ്. അതെ, അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് വേറെതാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അടൂർ സാറിൻ്റെ പടത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വ്യത്യസ്തത. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെ ഇതും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ നിന്നും. എല്ലാ സിനിമയിലും പറയുന്ന പോലത്തെ ഒരു സോഷ്യൽ പൊളിറ്റിക്സ് ഇതിനകത്തും ഉണ്ടാവും. പക്ഷെ ഇത് ഒരു ഫാമിലി, ഒരു കുടുംബത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കെമിസ്ട്രി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന 2 നായിക കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കാവ്യ മാധവൻ, ദിലീപേട്ടൻ. നിങ്ങളുടെ ഒരു വർക്ക് ചെയ്യുന്നിടത്തുള്ള ഒരു കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ? ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത് അത് എന്താ പറയുക, ഇത് നമ്മൾ ഇപ്പോൾ ദിലീപേട്ടനായിട്ട് മാത്രമല്ല, നമ്മൾ കൂടെ അഭിനയിക്കുന്ന പല ആർട്ടിസ്റ്റുകളായിട്ടും പല ഡയറക്ടേഴ്സായിട്ടും പല ഡയറക്ടർ അല്ലാതെ മറ്റേത് ടെക്നീഷ്യനായിട്ടും
നമുക്ക് അറിയാതെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാകുമ്പോൾ, ഒരു നല്ലൊരു സൗഹൃദം ഉണ്ടാകുമ്പോൾ അറിയാതൊരു അഭിനയിക്കുന്ന സമയത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവിക്കും. അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ആവണം എന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ദിലീപേട്ടനായിട്ട് മാത്രമല്ല സംഭവിക്കുന്നത്. ചില ഡയറക്ടേഴ്സ് ഉണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ, അല്ലാതെയുള്ള ഇപ്പോൾ അമ്മ വേഷമോ സിസ്റ്ററിൻ്റെ വേഷമോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പല ഘട്ടങ്ങളായി ദിലീപേട്ടനായിട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ കൂടുതലും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളായപ്പോൾ, ഇഷ്ടമുള്ള സിനിമകളായപ്പോൾ അവരായിട്ട് തന്നിട്ടുള്ളൊരു അംഗീകാരമാണ്. 20ാമത്തെ സിനിമയാണിത് പിന്നെയും എന്നുള്ളത്. എനിക്ക് തോന്നി ഈ ഒരു അടുത്തുള്ളൊരു കാലഘട്ടത്തിൽ ഇത്രയധികം സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൊരു നായകൻ ഉണ്ടാവില്ല. അപ്പം അതൊരു വലിയ അംഗീകാരമാണ് ഒരു നടനെയും നടിയെയും സംബന്ധിച്ചിടത്തോളം. അവരത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ നമ്മളതിനെ കുറച്ചും കൂടി വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കോമ്പിനേഷന്. അപ്പോൾ അത് ഞങ്ങൾ തന്നെ ഒരു സമയത്ത് ഇപ്പോൾ വാരി വലിച്ച സിനിമകൾ ചെയ്യാതെ ഞങ്ങളുടെ ഒരു പവർ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ മാത്രം ചെയ്താൽ പോരെ എന്നുള്ളൊരു ധാരണ എനിക്കും തോന്നി, ദിലീപേട്ടനും തോന്നി. എത്രയോ സിനിമകൾ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടുള്ള സിനിമകൾ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത് ദിലീപേട്ടൻ ചെയ്യണോ, ദിലീപേട്ടന് തോന്നിയിട്ടുണ്ട് ഇത് കാവ്യ ചെയ്യണോ, അങ്ങനെ തന്നെ ഇല്ലാതെ പോയിട്ടുണ്ട് കുറേ പ്രൊജക്റ്റുകൾ. പക്ഷെ ഇതിപ്പോൾ ഇത്രയും വർഷം 5 വർഷം കാത്തിരുന്നു. ആ കാത്തിരുന്നതിന് ഗുണമുണ്ടായി. ഏറ്റവും മികച്ച സംവിധായകൻ്റെ ഞങ്ങൾക്ക് 2 പേർക്ക് ഞങ്ങളുടെ കരിയറിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം ആയിരുന്നു ഈ പുരുഷോത്തമൻ നായരും ദേവി. അപ്പം അതിനൊരു കറക്റ്റ് സമയത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ള ചിത്രം. പ്രേക്ഷകർ ഇതിനെ എത്ര കണ്ട് സ്വീകരിക്കും എന്നതാണ് പ്രതീക്ഷ. പ്രേക്ഷകരെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ പേജിലുള്ള കമൻസ് വരികയാണെങ്കിലും, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും, എൻ്റെ കുടുംബം ആണെങ്കിലും, എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും, എൻ്റെ സിനിമയിലുള്ള സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ കാണുന്നത്. ഏറ്റവും പ്രധാനം ഇത് അടൂർ സാറിൻ്റെ പടം, അടൂർ സാർ ഒരു 7-8 വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമ എന്നുള്ളത് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് ദിലീപേട്ടൻ അഭിനയിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. കാരണം ദിലീപേട്ടൻ സ്വാഭാവികമായിട്ടും എൻ്റർടൈൻമെൻറ്റ് ഫിലിംസിൻ്റെ ആളാണ്. അപ്പോൾ എന്തായിരിക്കും അടൂർ സാറിൻ്റെ പടത്തിൽ ദിലീപേട്ടൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ കുറേ കാലമായിട്ട് കാണാതെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരും. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രതീക്ഷയുണ്ട് എന്നുള്ളത്. ഇതൊരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. എന്തായാലും ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫായിട്ട്. പല ഇൻസിഡൻസും ഇപ്പോൾ ട്രെയിലർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രെയിലറാണ്. ആ ട്രെയിലർ കണ്ടിട്ട് തന്നെ ഒരുപാട് ഫീൽ ചെയ്തിട്ടൊക്കെ, അതും ഇപ്പോഴത്തെ ഈ യൂത്ത് എന്ന് പറയുന്ന ആൾക്കാരെ അത്, കാരണം ഇങ്ങനെയുള്ള ട്രെയിലർ ഇങ്ങനെയുള്ള സിനിമകളൊന്നും അല്ല അവരിപ്പോൾ കാണുന്നത്. വളരെ ഫാസ്റ്റായി ബന്ധങ്ങളൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഇപ്പോഴത്തെ സിനിമകളിൽ പറയുന്നില്ലല്ലോ. എൻ്റർടൈനറായി മാത്രം മാറിയിട്ടുണ്ട് ഇപ്പോൾ സിനിമ കുറേ ആയിട്ട്. അപ്പോൾ ആൾക്കാരും ആസ്വാദകരും അങ്ങനെയായി മാറുന്നുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ളത് മാത്രമല്ല, അതിലൊരു കലയായിട്ട് കാണുന്നത് തിരിച്ചു വരണം. അപ്പോൾ കുറേ കാലമായിട്ട് അന്യം നിന്നിരുന്ന കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മളാരും സിനിമ കണ്ടിട്ടില്ല, ഇറങ്ങുമ്പോഴാണ് നമ്മളും കാണുന്നത്. അപ്പോൾ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ബിജു ബാലേട്ടനാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് വളരെ ശക്തമായിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. ഇത് സ്നേഹമാണ് ഇതിൻ്റെ ബേസ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു പാട്ടാണ്. അടുത്തൊരു ചിങ്ങമാസത്തിൽ അങ്ങനെ ഒരു ബിജുബാലിൽ നിന്നുള്ള ഒരു നല്ലൊരു ഗാനം ഈ ചിത്രത്തിൽ. ഈ സിനിമയിൽ പാട്ടുകളില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ, പാട്ടുകളായിട്ടില്ല ഈ സിനിമയിൽ. ഇടയ്ക്കൊന്ന് എൻ്റർപ്രനർ എന്നുള്ള അവസ്ഥയിലേക്ക് പോയായിരുന്നു. ഞാൻ ബിസിനസ്സിലേക്ക് നടന്നത് എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഇത് 1 വർഷമായി ലക്ഷ്യ തുടങ്ങിയിട്ട് ഓൺലൈൻ സ്റ്റോറാണ്. വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എൻ്റെ സിനിമ ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രം സിനിമ ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് കൂടുതൽ സമയം ഇപ്പോൾ അതിനും വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി അതും ചെയ്യണം, സിനിമയും ചെയ്യണം. സിനിമ അപ്പോൾ എനിക്ക് കൂടുതൽ സമയം കിട്ടും സെലക്ട് ചെയ്യാനും ഒക്കെയുള്ള. എല്ലാവിധ ആശംസകളും മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രേക്ഷകർ വലിയ അളവിൽ ആഹ്ലാദത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും സിനിമ കാണണം, അനുഗ്രഹം ഉണ്ടാവണം. ഇങ്ങനെയൊരു സിനിമ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും മലയാളത്തിൽ ഇത്രയും വളരെ ലൈറ്റായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ വളരെ ആഴത്തിൽ അതിൻ്റെ ഫീലിംഗ്, അതിൻ്റെ ഓരോ കഥാപാത്രത്തിൻ്റെയും ഫീലിൻ്റെ ആഴം വളരെ വലുതാണ്.
ഒന്നും കഥയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഒന്നും അറിയാതെയാണ് ഞങ്ങൾ എല്ലാവരും ഈ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. പക്ഷെ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ആ പെയിൻ ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിലെ കഥാപാത്രത്തിൻ്റെയും ഈ കഥയുടെയും ഒക്കെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, അനുഗ്രഹിക്കണം. താങ്ക് യു.